പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീജയും വിഷുവിന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്തിന് വേദ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്തിന് നന്ദിനി വന്നിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, ഒന്നും അറിയണ്ടല്ലോ, ഒരു പണിയും എടുക്കണ്ട. മറ്റുള്ളവരുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കൊണ്ടല്ലേ ഇവിടെ ഭക്ഷണം കൃത്യസമയത്ത് ഇങ്ങനെ വെച്ച് വിളമ്പി ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന കാശ് കൊണ്ടാണല്ലോ ചിലവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത്. എന്നാൽ നന്ദിനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രീജയ്ക്ക് ഭയങ്കര അങ്ങ് സങ്കടമാവുന്നുണ്ടെങ്കിലും വേദക്ക് അങ്ങ് ദേഷ്യം വരും. വേദ പറഞ്ഞിട്ട് നന്ദിനിയെടുത്തി, എന്നോടുള്ള ദേഷ്യം ഒരിക്കലും ശ്രീചേട്ടത്തിയോട് വിഷുവേട്ടനോടും കാണിക്കണ്ട. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ടാവാം. കുറി പൊട്ടിയിട്ട് ഒരുപാടധികം കാശ് പോയി. ആ കാശ് കിട്ടുവാണെങ്കിൽ വീട്ടിലെ കടം തീർക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് അത്ര വലിയ അപരാധമാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും നന്ദിനിയേട്ടത്തിന്റെ ഭർത്താവും ഈ വീട്ടിലെ അച്ഛന്റെ മകനാണല്ലോ എന്ന് പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് 4 കാശ് സമ്പാദിക്കുന്നതൊന്നും ഇവൾക്ക് കണ്ടുകൂടാ. അതൊന്നും ഇവൾക്ക് ഇഷ്ടമല്ല, അതല്ലേ ഇതിനർത്ഥം. അതുകൊണ്ടല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശൊക്കെ ഇവിടെ അടക്കാൻ പറയുന്നത്, ബാങ്കിൽ അടക്കാൻ പറയുന്നത്. അതിനല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രമാത്രം കാശുണ്ടാക്കിയത്, പറഞ്ഞു കൊടുക്ക് ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ വിനായകനോട് നന്ദിനി പറയുന്നുണ്ട്. എന്നാൽ നന്ദിനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ആകെ വിഷമിച്ച് നിൽക്കുമായിരിക്കട്ടെ വേദ. നന്ദിനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിനായകന്റെ നന്ദിനിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ കമലമ്മക്ക് മനസ്സിലാവും. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്തിന് കമലമ്മ ഇങ്ങനെ നന്ദിനിയോട് പറയുന്നുണ്ട്, നീയും ഇവനും കൂടിയിട്ട് ഈ വീടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അപ്പോ നന്ദിനി ചോദിക്കുന്നുണ്ട്, മാസം വീട്ടിൽ ചെലവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നും കാശ് തരുന്നില്ലേ? ശ്രീജേട്ടത്തിയും വിശ്വേട്ടനും ഇവിടെ ഇത്ര ദിവസമായിട്ട് 1 രൂപ ഒരു കാശെങ്കിലും ചെലവാക്കുന്നുണ്ടോ? കണക്ക് പറയുകയാണെങ്കിൽ ഇനിയും എനിക്ക് കുറെ അധികം പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നന്ദിനി നിർത്താതെ പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, നന്ദിനി നിർത്ത്, നീ ഇത്രമാത്രം കണക്ക് പറയാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാനും കുറച്ച് കണക്കങ്ങ് പറഞ്ഞു തരാം. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദിനി ആകെ ഷോക്കായിട്ട് കമലത്തെ എങ്ങനെ നോക്കുന്ന സമയത്തിന് കമലമ്മ പറയും, നിങ്ങൾ മാസം തരുന്ന പൈസ ഈ വീട്ടിലെ 10 ദിവസത്തെ ചെലവിന് പോലും തികയില്ല. ഈ വീട്ടിലെ കറണ്ട് ബില്ലും മാസം സാധനങ്ങൾ വാങ്ങുന്ന ചെലവ് എന്തെങ്കിലും നിങ്ങളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? മാഷ് ഇവിടെ കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് മാസം യാതൊരു ചെലവും അറിയാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ട് ജീവിച്ച് കടന്നു പോകുന്നത്. അതുകൊണ്ട് ചെലവിന്റെ കണക്കൊന്നും നന്ദിനി ഇവിടെ കൂടുതലായിട്ട് പറയാതിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ പറയട്ടെ കമലം. നൊക്കാപ്പിച്ച കാശ് തന്നിട്ട് അതിന്റെ കണക്കിങ്ങനെ വിളിച്ചു പറയാൻ മാത്രം നാളെ പിന്നെ നന്ദിനി നിനക്ക്. നീയും വിനയനും ഒരുപാടധികം കാശുണ്ടാക്കി അതിങ്ങനെ കണക്കൂട്ടി കൂട്ടി വെച്ചിട്ട് അവസാനം അത് വന്നത് ഇങ്ങനെയായി തീർന്നില്ലേ? നീയും വിനയനും ചേർന്നിട്ട് ഒരുപാടധികം കാശ് കൂട്ടി വെച്ച് അത് വീട്ടു ചെലവിന് പോലും തരാതെ ഒരുപാടധികം കൂട്ടി വെച്ചിട്ട് അവസാനം അതെന്താണ് ഉണ്ടായതെന്ന് നീ കണ്ടില്ലേ? അതല്ലെങ്കിലും അങ്ങനെ തന്നെ വരുള്ളൂ. അല്ലെങ്കിലും ഈ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ചെലവിന് തന്ന കാശിനെ പറ്റിയിട്ട് നീ ഒന്നും പറയണ്ടെന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് പിന്നെ ഒന്നും മിണ്ടാതാവാൻ കഴിയാണ്. ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ടതിന് വിക്രം പറയുന്നുണ്ട്, സഹകരണ ബാങ്കിൽ കൊടുക്കാനുള്ള കാശ് ഏതായാലും നന്ദിനിയേട്ടത്തെയും വിനേട്ടനൊന്നും തരണ്ട, ആ കാശ് ഏതായാലും ഞാൻ തന്നെ അടച്ചു തീർത്തോളാം എന്ന് പറയും. നേരായ രീതിയിൽ തന്നെ അധ്വാനിച്ച് ഞാനത് വീട്ടിൽ കൊടാം. അതിന്റെ പേരിൽ നിങ്ങൾ ആരും ഇവിടെ തമ്മിൽ തല്ലാനും നിൽക്കണ്ട. അമ്മ വിഷമിക്കാതിരിക്ക്, ആ കട ഞാൻ വീട്ടും അമ്മേ. സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട്ടാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഇനിയും ഇവിടെ ഒരു സംസാരം ആരും തന്നെ വേണ്ട. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിഷു ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, ശ്രീനിവാസനെ വിട്ടിട്ട് നീ പോരാൻ തീരുമാനിച്ചു എന്നാണോ ഇതിന്റെ അർത്ഥമെന്ന് ചോദിക്കും. എന്നാൽ ഇത് കേട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അതങ്ങനെ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു ബന്ധമൊന്നുമല്ല. ഈ കാശ് ഏതാണ് ഞാൻ സ്വന്തമായിട്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെ വീട്ടു. എന്നാൽ വിക്രമിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഒത്തിരി സന്തോഷമായിട്ട് വിക്രമത്തിനെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരും. നന്ദിനി പറയുന്നത്, എന്നെ അമ്മ ഇത്രമാത്രം പറയാൻ കാരണം ഇവൾ ഒരൊറ്റ ഒരുത്തിയാണെന്നൊക്കെ പറഞ്ഞ് വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തു. ഇത് കേട്ട് വേദ പറയുന്നത്, നിങ്ങളെ അമ്മ ഇത്രമാത്രം തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം നിങ്ങൾ അവരോട് പെരുമാറിയതിന്റെ രീതിയാണ്. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അമ്മ നിങ്ങളെ തള്ളി പറഞ്ഞത് എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഇടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ വേദ ഇങ്ങനെ തല്ലാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി വരട്ടെ നന്ദിനി. ആ സമയത്തിന് വേദ പറയുന്നത്, തൊട്ടു പോവരുതെന്നെ. എന്നാൽ ഇത് കേട്ടിട്ട് എല്ലാവരും ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോകുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, എടി നീ നന്ദിനിയേട്ടത്തിന്റെ മുന്നിൽ നിന്ന് കൈ മാറ്റടി എന്ന് പറയുന്ന സമയത്തിന് വേദ പേടിച്ചങ്ങ് കൈമാറ്റും. ആ സമയത്തിന് ശ്രീജ പറഞ്ഞിട്ട്, എന്താ മോളെ ഇത്? ഇതിനെ ചൊല്ലിട്ട് ഏതായാലും ഇവിടെ ഒരു വഴക്ക് വേണ്ട, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കേട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. ഇത് കേട്ട് വേദ പറഞ്ഞിട്ട്, വിവരമുള്ളിടത്തല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒറ്റ ബുദ്ധിയുള്ളിടത്തൊരു നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കും. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട്, ഇടി നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന്റെ വേദ ഇങ്ങനെ തല്ലാൻ വേണ്ടിയിട്ട് കയ്യോങ്ങി നിൽക്കുന്ന സമയത്തിന് കമലമ്മ തടയുന്നുണ്ട്, തൊട്ടു പോവരുത് അവളെ. കമലമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ കൈ താഴ്ത്തുന്നുണ്ട്. ആ സമയത്തിന് കമലമ്മ പറയും, എടാ നീയും ഒരാണല്ലേ, നീ ഈ വീടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? അവള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നീ എപ്പോഴും തമ്മിൽ തല്ലും ബഹളമല്ലാതെ എന്ത് കാര്യമാണ് നീ ഈ വീടിന് ഇത്ര കാലം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കും. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട ഒരു കുട്ടിയെ നീ ബലമായിട്ട് അങ്ങ് താലി കെട്ടിയിട്ട് അവളുടെ ജീവിതം പോലും നീ അങ്ങ് നശിപ്പിച്ചില്ലേ?
എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ ആ കുട്ടിക്ക് നേർക്കും വന്നിട്ട് നീ അങ്ങ് കയ്യോങ്ങുവാണോ? മാഷ് അധ്വാനിക്കുന്നതിന്റെ 100-1 പോലും മാഷിന്റെ 3 മക്കളായിട്ട് ആരും തന്നെ ഈ വീടിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാത്ത നീ ഏതായാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും അടിച്ചാഴ്ത്തിയിട്ട് സംസാരിക്കുന്നതും വേണ്ട വിക്രം. വിക്രം, നീ ഇനി കൂടുതൽ സംസാരിക്കാതെ ഇവിടെ നിന്നങ്ങ് പോയെന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നത്, അമ്മേ അതിനെ പറ്റിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ, ആ കാശ് എന്റെ സ്വന്തം ചെലവിൽ ഞാൻ തന്നെ വീട്ടിക്കോളാമെന്ന് പറയും. വിക്രത്തിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദ വിഷമിച്ച് സങ്കടത്തോട് വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രം തല്ലാൻ വേണ്ടിയിട്ട് വേദക്ക് നേരെ ഇങ്ങനെ കയ്യോങ്ങുന്ന സമയത്തിന് വേദക്ക് അത് വല്ലാത്ത സങ്കടമായിരിക്കും. വേദ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ പോയിരിക്കുന്ന സമയത്തിന് വിക്രം ഇത് കാണുന്നുണ്ട്. വിക്രത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോവട്ടെ. കാരണം അത്രമാത്രം ദേഷ്യം വന്നത് കൊണ്ട് മാത്രമായിരിക്കും അറിയാതെ വേദയെ തല്ലാൻ വേണ്ടിയിട്ട് വിക്രം കയ്യോങ്ങിയത്. വേദ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് സഹിക്കാനേ കഴിയുന്നുണ്ടാവില്ല. ഈ സമയത്തിന് കമലമ്മ വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും ചിന്തിച്ചിട്ട് വിഷമിക്കണ്ട. മോൾക്ക് ഈ കാര്യത്തിൽ ഒത്തിരിയധികം വിഷമായി എന്നൊക്കെ അമ്മക്കറിയാം. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. ഇതെല്ലാം കാണാൻ സാക്ഷിയായിട്ട് മാഷുണ്ടായിരുന്നെങ്കിൽ മാഷിന്റെ ചങ്ക് തകർന്നു പോയേനെ. ഇതുവരെയായിട്ടും മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യമൊന്നും മാഷിനുണ്ടായിട്ടില്ല. വിക്രമിലെ മാത്രമായിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ. അവന് ഞങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കുമെന്ന് ഞാനും മാഷും കരുതി. എന്നാൽ വിക്രം ഇങ്ങനെയാവുമെന്ന് ഞാനും മാഷും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്കും മാഷിനും അങ്ങനെ യാതൊരുവിധ സ്വപ്നങ്ങളും ഇല്ല. 3 മക്കളും തമ്മിൽ തല്ലരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കും മാഷിനുമുള്ളൂ. കമലമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. വേദ പറയുന്നത്, അമ്മ വിഷമിക്കാതിരിക്കമ്മേ. വിക്രം എന്നെ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് വിക്രം എന്നോട് പെരുമാറുന്നത്. ഒന്നും ചെയ്യാതെ ഞാനൊരു തെറ്റുകാരിയാണെന്ന രീതിയിൽ വിക്രം എന്നോട് പെരുമാറുന്ന സമയത്താണ് എനിക്കത് സങ്കടമായത് എന്നൊക്കെ പറയാട്ടോ വേദ. എന്നാൽ വേദയുടെ വാക്കെല്ലാം കേട്ട് കുറ്റബോധത്തോടു കൂടി തന്നെ വിക്രം അവിടെ ഇതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. കമലമ്മ കുറച്ചു കഴിഞ്ഞ് അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് വരും. വിക്രമിനെ കാണുന്ന സമയത്തിന് വേദക്കങ്ങ് ദേഷ്യം വന്നിട്ട് തല തിരിക്കുന്ന സമയത്തിന് വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദ അല്ലെങ്കിലും നീ കുറച്ച് ഓവറാണ്. ഏട്ടത്തിമാരിപ്പോൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ ഒരിക്കലും അവരോട് തിരിച്ചൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ സംസാരം കേട്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നത്. എന്നിട്ട് താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം വേദയോട് സോറി പറയും. സോറി എന്ന് പറയുന്ന സമയത്ത് വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ എന്നോട് സോറി പറയുന്നത്? ആദ്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന്. ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടെ നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദിനിയേട്ടത്തിയാണ് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ വരുന്നത്. ഞാനായിട്ട് ഒരിക്കലും ആരോടും ഒരു പ്രശ്നത്തിന് വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ആരുടെയും സ്വഭാവം അറിയില്ല. അതെങ്ങനെയാ? വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങളെ വീട്ടുകാരെ എപ്പോഴും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നതും. അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയെന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം അതേപറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.